നിത്യ യൗവനം ആഗ്രഹിക്കാത്ത ആരുമില്ല. എവർഗ്രീനായിട്ട് ഇരിക്കണമെങ്കിൽ നിസ്സാരമായ 3 വർക്കൗട്ടുകൾ ചെയ്യാൻ റെഡിയായാൽ മതി. ഒന്നാമത്തെ വർക്കൗട്ട് സ്ക്വാട്ട്. സ്ക്വാട്ടിനെ അറിയപ്പെടുന്നത് കിങ് ഓഫ് ദ വർക്കൗട്ട് എന്നാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും വലിയ മസിൽ ഗ്രൂപ്പായ ക്വാഡ്രിസെപ്സ് മസിലിനും ഗ്ലൂട്ട് മസിൽസിനുമാണ് കൂടുതൽ റിക്രൂട്ട്മെന്റ് കിട്ടുന്നത്. സോ നമ്മുടെ ലോവർ ബോഡി കൂടുതൽ സ്ട്രോങ് ആവുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നടക്കാനും ഇരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ മസിൽ ഗ്രൂപ്പായതുകൊണ്ട് കൂടുതൽ ഗ്രോത്ത് ഹോർമോൺസ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് കൂടുതൽ കാലം യങ്ങായിട്ട് നിലനിർത്താനും സ്ക്വാട്ട് നമ്മൾ ഉപകരിക്കുന്നുണ്ടായിരിക്കും. ദിവസം നിങ്ങളൊരു 15 റെപ്പറ്റീഷൻ വെച്ച് 2 സെറ്റ് എങ്കിലും സ്ക്വാട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. നമ്പർ 2 കോർ മസിൽസ്. കോർ മസിൽസ് എന്ന് പറഞ്ഞാൽ അബ്ഡോമൻ മസിൽസ് അല്ല, അത് നമ്മുടെ ചെസ്റ്റ് മസിൽ, നമ്മുടെ നീ ജോയിനും ഇടയ്ക്കുള്ള ആ പോർഷൻ കംപ്ലീറ്റ് നമ്മുടെ കോർ മസിൽസ് വരുന്നതാണ്. നമ്മുടെ എൻറ്റയർ ബോഡിയുടെ സ്റ്റെബിലിറ്റിക്കും ബാലൻസിനും കോർ അത്യാവശ്യമാണ്. കോർ മസിൽസ് നമുക്ക് സ്ട്രെങ്തൻ ആണെന്നുണ്ടെങ്കിൽ വളരെ യങ് ആയിട്ടും സ്റ്റേബിൾ ആയിട്ടും സ്റ്റഡി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ കോർ മസിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും. കോർ സ്ട്രെങ്തിന് ഏറ്റവും നല്ല വർക്കൗട്ട് എന്ന് വെച്ചാൽ പ്ലാങ്ക് ആണ്. ആ പ്ലാങ്ക് പൊസിഷൻ നിങ്ങൾക്ക് ഒരു 60 സെക്കൻഡെങ്കിലും എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. മൂന്നാമത്തെ വർക്കൗട്ടാണ് സ്ട്രെച്ചിങ്സ്. സ്ട്രെച്ചിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നല്ലൊരു മൊബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ട്രെച്ചിങ് വർക്കൗട്ട് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ദിവസം നമ്മളൊരു 5 to 10 മിനിറ്റ്സ് എങ്കിലും നമ്മുടെ എല്ലാ മസിൽസും സ്ട്രെച്ച് കിട്ടുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷനും മൊബിലിറ്റിയും സ്റ്റെബിലിറ്റിയും ഒക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ സ്ട്രെച്ചിങ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഈ 3 വർക്കൗട്ട്സുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൗവനം നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും, അതെങ്ങും പോയില്ല.